Hi, Makalai. Welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So, Makalai, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് മക്കളെ, ബട്ട് എന്താണ് പവർഫുൾ ആയിട്ടുള്ള 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. സോ ക്വസ്റ്റ്യൻ ഏതാണ് മക്കളെ, വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. എന്താണ്, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒരു 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഷുവർ ആയിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, വർദ്ധിച്ച ഗതാഗതക്കുരുക്കാണ് അല്ലെ. വാഹനങ്ങൾ കൂടുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്തായിരിക്കും, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരിക്കും അല്ലെ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരിക്കും, ഇൻക്രീസ്ഡ് ട്രാഫിക് കൺജഷൻ ഉണ്ടായിരിക്കും. സോ സെക്കൻഡ് പോയിന്റ് എന്താണ് മക്കളെ, വായു മലിനീകരണമായി. നമ്മുടെ വായു എന്ത് ചെയ്യും, മലിനീകരിക്കപ്പെടും. ബിക്കോസ് എന്താണ്, വാഹനങ്ങളിലെ പുകയും മറ്റൊക്കെ ആയിട്ട് എന്താണ്, നമ്മുടെ വായു മലിനീകരിക്കപ്പെടും. യെസ്, ദാറ്റ് ഈസ് ഏതാണ്, എയർ പൊല്യൂഷൻ ആണ്. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ശബ്ദ മലിനീകരണം അഥവാ നോയിസ് പൊല്യൂഷൻ ആണ്. ശബ്ദ മലിനീകരണം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ബിക്കോസ് എന്താണ്, ഹോണടിയും എല്ലാ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് എന്താണ്, ശബ്ദ മലിനീകരണം വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിന്റെ ഒരു പ്രത്യാഘാതമാണ്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാവും അല്ലെ. എന്റെ മക്കളെ അറിയാം അല്ലെ, വാഹന അപകടങ്ങൾ, ഒരുപാട് അപകടങ്ങൾ നമ്മുടെ റീസെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകും. അപ്പോൾ വാഹനങ്ങൾ പിന്നെ കൂട്ടിയിടിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഹൈ ട്രാഫിക് ആക്സിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് മക്കളെ, പരിമിതമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, കാൽനട യാത്രക്കാരുണ്ട്, അതേപോലെ തന്നെ സൈക്കിൾ യാത്രക്കാരുടെ സുരക്ഷ ഇത് ബാധിക്കുന്നുണ്ട്, അവരുടെ സുരക്ഷ കുറയ്ക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മളിപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്, അപ്പോൾ ചീറി പാഞ്ഞു വരുന്ന വണ്ടി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ തട്ടി ആക്സിഡന്റ് ആകാനും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് എന്താണ്, പാർക്കിംഗ് സൗകര്യമൊക്കെ നമ്മളുടെ ടൗണിലും സിറ്റികളിലൊക്കെ എന്താണ് വളരെ കുറവാണ്. അതും എന്താണ്, ഒരു വലിയ ഇഷ്യൂസ് ആണ് അല്ലെ, വലിയ ഇഷ്യൂസ് ആണ്. ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒരു 4 പോയിന്റ്സ് എൻ്റെ മക്കൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഏതാണോ ആ 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് മക്കളെ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് 5 ഇതുപോലെയുള്ള ഒരുപാട് നമുക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന അടിപൊളിയുള്ള ഒരു ബാച്ച് ഉണ്ട്. ആ ബാച്ചാണ് ദാറ്റ് ഇസ് പ്രിത്തി ബാച്ച്. ഈ പ്രിത്തി ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 30% ഓഫോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലൈവ് റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് എന്താണ്, ഇന്ററാക്റ്റീവ് സെഷൻസും എക്സാംസും, അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ചാണ്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്.